ബാലയ്യകാരു. അപ്പോൾ ഇതാണ് നമ്മുടെ പുഷ്പയുടെ കഥ. ഇത് സാറ് ചെയ്യുവാണെങ്കിൽ മിനിമം സാറിന് ഒരു നാഷണൽ അവാർഡ് ഉറപ്പാണ്. അതൊക്കെ പോട്ടെ, ആരെയാണ് ഈ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അത് നമ്മുടെ DSP. ഞങ്ങൾ തമ്മിലുള്ള കോംബോ സൂപ്പർ ഹിറ്റ് ആണല്ലോ. ആണോ? സന്തോഷം. പക്ഷെ ഈ പടത്തിൽ തമൻ മതി കേട്ടോ. അല്ല സാർ, തമൻ മതി. മതി, തമൻ മതി. പിന്നെ ഇതിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേരെന്താന്നാ പറഞ്ഞ? പുഷ്പരാജ്. പവർഫുൾ പേരല്ലേ? അത്ര പവർഫുൾ ഒന്നും അല്ല. അങ്ങനാണെങ്കിൽ പുഷ്പ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. അങ്ങനെ ഒരു പഞ്ച് ഡയലോഗ് ആ ക്യാരക്ടറെ കൊണ്ടൊക്കെ പറയിപ്പിച്ചാലോ? അത്രയെങ്കിൽ താൻ കഷ്ടപ്പെടണ്ട. ഈ പേരെടുത്ത് എൻ്റെ അമ്മയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരിക്കിട്. അല്ല സാർ, താൻ കൂടുതലൊന്നും പറയണ്ട. എൻ്റെ ക്യാരക്ടറിന്റെ പേര് ബാലയ്യ എന്ന് തന്നെ ഇട്ടാൽ മതി. എങ്കിലേ എൻ്റെ ഫാൻസിനെ ജയ് ബാലയ്യ എന്ന് വിളിച്ച് കൂവാൻ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ അമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്ന ആരാണ്? അതാരെയും ഫിക്സ് ചെയ്തിട്ടില്ല സാർ. ഞാനൊരു സജഷൻ പറയാം. ഹണി റോസ്. അല്ല സാർ, പ്രായം എന്തോ അത് മേക്കപ്പ് ഇട്ട് പ്രായം കൂട്ടാം. പിന്നെ ഈ പടത്തിൽ ഞാനിതിനാണ് തോള് പൊക്കി നടക്കുന്നത്. അതിന്റെ പിന്നിലൊരു കരലലിയിക്കുന്ന കഥയുണ്ട് സാർ. താൻ കൂടുതൽ അങ്ങ് അലിയിപ്പിക്കണ്ട. ഇവിടെ മര്യാദയ്ക്ക് നടക്കാൻ വയ്യ, അപ്പോഴാണ് തോളും പൊക്കിയുള്ളൊരു നടപ്പ്. ഞാൻ വേണം എൻ്റെ ഫോൺ എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് പിടിക്കാം. ഓക്കെ സാർ. നമ്മുടെ ഫാഫയാണ് ഞാൻ മെയിൻ വില്ലനായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ഒരു ക്യാരക്ടർ നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ എൻഡിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി കഥയൊക്കെ സെക്കൻഡ് പാർട്ടി. അവൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്. താൻ ഈ പടത്തിൽ ആകെ നല്ലതെന്ന് പറയാൻ ചെയ്തിട്ടുള്ളത് ആ ഐറ്റം സോങ് ആണ്. ബാക്കി എല്ലാം കുഴപ്പമാണ്. താൻ ഞാൻ പറയുന്ന പോലെ ഈ പടം ഒന്ന് മാറ്റിക്കൊണ്ടു പോവാ. ഫഹദ് എന്നെ പിടിക്കാൻ വരാൻ നേരത്ത് ഞാനൊരു വലിയ ചന്ദനമരം പിടിച്ച് ഫഹദിനെ അങ്ങ് തല്ലിക്കൊല്ലുന്നു. ഈ സമയത്ത് തിയേറ്ററിൽ തമൻ്റെ ബീജവും കൂടെ ആവാൻ നേരത്ത് അങ്ങ് കയറി കത്തും. പിന്നെ ഫഹദിനെ കൊന്നതിൻ്റെ സന്തോഷത്തിൽ ഞാനും നായികയും തമ്മിലൊരു ഐറ്റം ഡാൻസും കൂടെ. പടം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പാർട്ട്? ഓ പിന്നെ ഈ പടത്തിന് തന്നെ ഒരു കഥയില്ല. അപ്പോഴാണ് എൻ്റെ സെക്കൻഡ് പാർട്ട്. ഒന്ന് പോടും. അപ്പോൾ കല്യാൺകാരു, ഇതാണ് ബാഹുബലിയുടെ കഥ. ഇതാ കൊള്ളാം. ഇത് 2 ക്യാരക്ടേഴ്സാണ് കല്യാൺകാരു ചെയ്യുന്നത്. ശിവഡു എന്ന് പറയുന്ന മകന്റെ ക്യാരക്ടറും അമരേന്ദ്ര ബാഹുബലി എന്ന് പറയുന്ന അച്ഛന്റെ ക്യാരക്ടറും. 2 ക്യാരക്ടറൊന്നും എനിക്കങ്ങ് ചെയ്യാൻ വയ്യ. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. എനിക്കാണ് ഇലക്ഷന്റെ തിരക്കൊക്കെ ഉള്ളതാ. അല്ല, 2 ക്യാരക്ടർ ഒരാൾ ചെയ്താലേ ഒരു ഇമ്പാക്ട് കിട്ടൂ. ഇതിൽ VFX യൂസ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി സാർ. നമ്മൾ സെറ്റ് ഇടുന്നുണ്ടെങ്കിലും VFX എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്നെ VFXൽ വല്ലതും ഉണ്ടാക്കിയെടുത്താൽ പോരെ? വേണമെങ്കിൽ പല ഡിഫറെന്റ് ഫോട്ടോസ് ഞാൻ തരാം, പല പോസില്. അങ്ങനെ വല്ലതും വെച്ച ഉണ്ടാക്ക്. എനിക്ക് അഭിനയിക്കാനൊന്നും വയ്യ. അഭിനയിക്കാൻ വയ്യേ? വേണേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലോ മോഷനിൽ നല്ല കിടലിനായിട്ട് നടക്കാം. അല്ല സാർ, അത് മാത്രമല്ലല്ലോ, ഇതൊരു പീരിയോഡിക് മൂവി അല്ലേ. അപ്പോൾ ഹോഴ്സ് റൈഡിങ്ങും ഷോർട്ട് ഫൈറ്റിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷോർട്ട് ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടോ? ഇതാദ്യമേ പറയണ്ടേ? ഐ ലൈക്ക് ഇറ്റ്. വേണമെങ്കിൽ ഈ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിന് എന്റെ വക സ്റ്റേജിൽ ഒരു വാൾ ഫൈറ്റ് നടത്താം. അല്ല സാർ, അത് വേണോ? സ്റ്റേജിൽ ഒരുപാട് ആളുകളുള്ളതല്ലേ, അവർക്ക് എന്തെങ്കിലും പറ്റിയ? അവന്മാരോട് വേണേ സ്റ്റേജിൽ ശ്രദ്ധിച്ച് നിൽക്കാൻ പറയണം. പിന്നെ ഈ പടത്തില് മനുഷ്യന് മനസ്സിലാവാത്ത ഒരു ഭാഷയൊക്കെ പറഞ്ഞ് കരിയൊക്കെ തേച്ച് വരുമല്ലോ. അവരുടെ ഭാഷ എന്ത് വരുന്നു? ഇക്കിളിയോ? ഇക്കിളിയല്ലേ സാർ, കിലിക്കി. കാലകയന്മാരുടെ ഭാഷയെ. അത് വേണം ഞാൻ പഠിച്ച സ്റ്റേജിൽ പറയാം. കല്യാൺകാരു, അതൊക്കെ പടം റിലീസ് ആകുമ്പോഴല്ലേ? പടം റിലീസ് ആയില്ലല്ലേ? ഷൂട്ട് എപ്പോഴത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത്? ഇത് 2 പാർട്ടായിട്ടാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തോന്ന് 2 പാർട്ട്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ കഥ വലുതായതുകൊണ്ട് നമുക്കിത് 2 പാർട്ടായിട്ടേ ചെയ്യാൻ പറ്റൂ. അയ്യട മോനെ, 2 പാർട്ടിനുള്ള ഡേറ്റ് ഒന്നും തരാൻ പറ്റത്തില്ല. എനിക്കാണ് ഇവിടെ 100 കൂട്ടം പണിയുള്ളതാ. ഇലക്ഷന്റെ കാര്യങ്ങൾ നോക്കണം, ജയിച്ചിട്ട് CM ആവാനുള്ള കാര്യങ്ങൾ നോക്കണം. അല്ല സാർ, 2 പാർട്ടായിട്ട് ചെയ്താൽ ഇത് ശരിയാകും. ഞാൻ ശരിയാക്കി തരാം. താനിതൊന്ന് കേക്ക്. താൻ ആ കട്ടപ്പനയും ശിവകാമിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എൻ്റെ 10 സ്ലോ മോഷൻ അങ്ങ് കയറ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വാൾപ്പേറ്റും കൂടെ കുത്തി കയറ്റിക്കോ. എന്നിട്ട് ഈ പടത്തിനെ മൊത്തത്തിലൊന്ന് മാറ്റ്. താൻ ആദ്യം ഇങ്ങനെ മാറ്റിക്കൊണ്ടു പോവാ. പിന്നെ അധികം ഇമോഷണൽ സീൻസ് ഒന്നും ആഡ് ചെയ്യണ്ട. എനിക്ക് കരയാനൊന്നും വയ്യ. ഒന്നാമത് ഇലക്ഷൻ ഇനി അടുത്ത് വരുക. പിന്നെ അഥവാ ഞാൻ ഷൂട്ടിങ്ങിനെ കാണാൻ വന്നില്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സ് അവിടെ കാണും. അതിനകത്ത് എൻ്റെ ഒരു ഫോട്ടോയും കാണും. അത് വെച്ചൊരു VFX അങ്ങ് ഉണ്ടാക്ക്. എന്നെ പോലെ നല്ല കിടിലനായിട്ട് അത് എക്സ്പ്രഷൻ ഇടണം. എന്നിട്ട് പടം അങ്ങ് ഇറക്ക്. അപ്പൊ ജയ് ബഹിഷ്മതി. ഇത് കട്ടപ്പ ബാഹുബലി ചതിച്ചേക്കാൾ വലിയ ചതിയായി പോയല്ലോ പ്രഭാസേ.